ശ്രീ രജിൻ എസ് ഉണ്ണിത്താൻ, ഈ SITയുടെ ഒരു പോക്കിൽ സർക്കാരിന് അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഇത് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഈ SITയുടെ പോക്ക് അത്ര ശരിയല്ല, മന്ദഗതിയിലാണ് പോകുന്നത്. ഇങ്ങനെ പോയാൽ ഹൈക്കോടതിയെ സർക്കാരിൻ്റെ പ്രതിഷേധം അറിയിക്കും എന്ന് വരെ കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നും പരാമർശങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയപരമായി തന്നെ വേട്ടയാടുന്നു എന്നാണ് ഇപ്പോൾ പത്മകുമാർ പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് ആ വാദത്തെ നോക്കിക്കാണുന്നത്? കാരണം നിങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടെ പ്രശാന്തിന് നേർക്ക് പ്രശാന്തിന് മനഃപൂർവ്വം കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയോ എന്നതാണ് പ്രശാന്ത് തന്നെ ഉന്നയിക്കുന്ന ഒരു സംശയത്തിൽ നിന്നും തോന്നുന്നത്. കാരണം ദീർഘകാലം കോൺഗ്രസിൻ്റെ സന്തത സഹചാരിയായി നടന്ന ഒരാൾ, ഉമ്മൻചാണ്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ, ആ സമയത്ത് പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി തന്നെ പലവട്ടം പ്രശാന്തിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രശാന്ത് ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹം നിറകണ്ണുകളോടെ PS പ്രശാന്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞതായിട്ടൊക്കെ എനിക്കറിയാം. ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് വിട്ട് CPMന്റെ പാളയത്തിലേക്ക് ചേക്കേറിയ ഒരാളെ നിങ്ങൾ ബോധപൂർവം വേട്ടയാടിയതാണോ എന്ന ഒരു സംശയമാണ്, ഒരു സന്ദേഹമാണ് PS പ്രശാന്ത് ഉന്നയിക്കുന്നത്. നോക്കൂ നീലിമ, കോൺഗ്രസ് എന്തിനാണ് PS പ്രശാന്തിനെ വേട്ടയാടേണ്ടത്? കോൺഗ്രസ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിന്നപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കോൺഗ്രസ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്കൊന്നും കൊടുക്കാത്ത പരിഗണന കോൺഗ്രസ് ഈ പ്രശാന്തിനെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചിട്ടുണ്ട്. യുവജനക്ഷേമ ബോർഡിന്റെ തലപ്പത്തിരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും, അതായത് അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങളും ലഭിച്ച ഒരാൾ വീണ്ടും അധികാരക്കൊതി കൊണ്ട് വേറൊരു പാർട്ടിയിലേക്ക് ചെല്ലുന്നു. അവർ കുറെ പേരെ കൂടെ അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ കുറെ പേരെ കൂടെ ആ പാർട്ടിയിലേക്ക് ആകർഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുന്നു. അത് ഞങ്ങൾക്ക് വലിയ വിഷമമൊന്നും ഇല്ലെന്നേ, പോകുന്നവരൊക്കെ വാങ്ങിച്ചോട്ടെന്നേ. ഞങ്ങള് പ്രത്യയശാസ്ത്രത്തിന്റെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെയും കോൺഗ്രസിന്റെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഈ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് നിൽക്കുന്നുണ്ട്. അത് ഒരു പ്രശാന്ത് പോയാലൊന്നും തീരുന്ന പാർട്ടിയുമല്ല. അതുകൊണ്ട് പ്രശാന്തിനെ ഞങ്ങൾക്ക് വേട്ടയാടേണ്ട യാതൊരു ആവശ്യകതയും ഈ പറയുന്ന UDF സംവിധാനത്തിനോ കോൺഗ്രസ് സംവിധാനത്തിനോ ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്താണ് UDF സംവിധാനം, UDF സർക്കാരിന്റെ താല്പര്യമുണ്ട്. എന്താണ് താല്പര്യം? ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണ കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുള്ള കള്ളന്മാരെ എല്ലാം, ദേവന്റെ മുതൽ മോഷ്ടിച്ച കള്ളന്മാരെ എല്ലാം, അത് പ്രശാന്ത് ആയിക്കോട്ടെ, പ്രശാന്തിന് മുകളിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, പ്രശാന്ത് താഴെ ഇരിക്കുന്നവരായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാവരെയും വെളിയിൽ കൊണ്ടുവരണം, പൊതുമധ്യത്ത് കൊണ്ടുവരണം, ഈ പറയുന്ന നിയമ സംവിധാനം അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന താല്പര്യം ഈ ഗവൺമെന്റിനുണ്ട്. കാരണം അത് ഭക്തജനങ്ങളോട്, ശബരിമല വിശ്വാസികളോട്, അത് ഹിന്ദുവെന്നും ക്രിസ്ത്യനും മുസ്ലിമെന്നും ഒന്നുമില്ലാതെ എല്ലാവരും ആരാധിക്കുന്ന ആരാധനാ കേന്ദ്രമായ ശബരിമലയെ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസികളോടും ഈ ഗവൺമെന്റിനുള്ള താല്പര്യമാണ്. ആ താല്പര്യം അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പ്രശാന്ത് പുണ്യവാനൊന്നും അല്ലല്ലോ നീലിമ, നമുക്കറിയാലോ. പ്രശാന്തുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, പ്രശാന്ത് അല്ല, കടകംപള്ളി അല്ല, ഈ പറയുന്ന വാസവനല്ല, അങ്ങനെയുള്ള എല്ലാവരും ഈ പറയുന്ന സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരായി മുന്നിലോട്ട് വരുമെന്നേ. ഇതൊരു ഒരു കൂട്ടുത്തരവാദിത്തത്തോടു കൂടി നടത്തിയ ഒരു കൊള്ളയാണ്. ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു കൊള്ളയാണ് നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ ഇവർ ഉദ്യോഗസ്ഥലങ്ങളിലേക്കൊക്കെ മാത്രം ഇതിനെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാനൊന്ന് വിശദീകരിച്ചു പോകാം. ഈ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തിരുമാഭരണ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ മൂന്ന് ഉത്തരവാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനകത്ത് ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ മുന്നിലേക്ക് അത് 25/8/2025 30/1/2025 8/8/2025 അങ്ങനെയുള്ള മൂന്ന് ഉത്തരവാണ്. ആ ഉത്തരവിനകത്തൊക്കെ പറയുന്നുണ്ട് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങൾക്ക് കേടുപാടുണ്ടായതുമായി ബന്ധപ്പെട്ട് കട്ടളപ്പാളികളുമായി അല്ലെ കഥവുമായി ബന്ധപ്പെട്ടുള്ള അവിടെയുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവർ സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട്, സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന ഈ പറയുന്ന കമ്പനി അത് പണി നടത്തുന്ന കമ്പനി അല്ല. തിരുവല്ലയിലാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ക്ഷേത്രത്തിനെ അറിയില്ല. ആ ഒരു ക്ഷേത്രത്തിൽ
ആ ഒരു സ്വർണ്ണ കൊടിമരം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് ആ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട സ്വർണം വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവർക്ക് അത് താല്പര്യമില്ല, അല്ലെ അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു കമ്പനി അല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ ലോ ഓഫീസർ, എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞു കാണുമല്ലോ, ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലോ ഓഫീസറുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലോ ഓഫീസറുമായി ബന്ധപ്പെട്ട് ഈ തീരുമാനങ്ങൾ അറിയിക്കുക, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ഉത്തരവുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ 2019 നടത്തിയ കൊള്ള അതേപോലെ ആവർത്തിക്കുവാൻ വേണ്ടി 2025 അതേ കൊള്ള ആവർത്തിക്കുവാൻ വേണ്ടി നടത്തിയ ഒരാളാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇനി ആരൊക്കെ ഉണ്ട് എന്നുള്ള വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. അപ്പോ അങ്ങനെയുള്ള കൊള്ള വീണ്ടും വീണ്ടും ആവർത്തിച്ച് ശബരിമല ക്ഷേത്രത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള അജണ്ട, ഒരു രാഷ്ട്രീയ അജണ്ട, അതിപ്പോ യുവജീ പ്രവേശനമായിക്കോട്ടെ, അയ്യപ്പ സംഗമമായിക്കോട്ടെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചപ്പോ ആ രീതിയിൽ ശബരിമല ക്ഷേത്രത്തെ എത്രത്തോളം മുതലാക്കാം, അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തെ എങ്ങനെയൊക്കെ തകർക്കാം എന്ന് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയും അതുമായി ബന്ധപ്പെട്ട കൊള്ളയും, അതാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, അതിനിപ്പം ആര് തന്നെ ആയാലും, ഇവര് ദൈവതുല്യരായി കാണുന്നവരായ പോലും അവരെയൊക്കെ പൊതുമന്ദിരത്തിൽ കൊണ്ടുവരുവാൻ ഈ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ, അത് കോടതിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളാണെങ്കിലും ഉദ്യോഗസ്ഥലത്തിലുള്ള സമ്മർദ്ദങ്ങളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ആരെയും ദ്രോഹിക്കുവാനോ അല്ലെങ്കിൽ അതിന് മുതലെടുക്കുവാനോ ഉള്ള ഒരു താല്പര്യം കോൺഗ്രസിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഈ വിഷയത്തിലില്ല. ഞങ്ങൾ ഭക്തജനങ്ങൾക്കൊപ്പമാണ്, വിശ്വാസികൾക്കൊപ്പമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു പോകും എന്നുള്ളതാണ്. രജിൻ, അത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇത് രാഷ്ട്രീയപരമായ ചില ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാകുന്നുണ്ടോ എന്നുള്ള ചില സംശയം കൂടി ബലപ്പെട്ട ഒരു ഘട്ടം കൂടി ഇതിനകം കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഈ പ്രതിഭാഗം അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ ഒരു പുതിയ തസ്തിക ഉണ്ടാക്കി സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറാക്കി ഈ ബോർഡിൻ്റെ കൊണ്ടുവരാനുള്ള ആ ഒരു പദവി തന്നെ പ്രത്യേകം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അയാളെ പുതിയതായി നിയമിച്ച ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനാണ് എന്നറിയാതെയല്ലല്ലോ ഇത്തരത്തിൽ ബോർഡിൻ്റെ അഭിഭാഷകനായി അയാളെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് കാലാകാലങ്ങളായി അവിടെ തുടരുന്നതാണ്. അതിൽ ഇടത് വലത് വ്യത്യാസം ഇല്ല എന്ന് തന്നെയാണ് ഒരു പക്ഷേ അതിൽ പറയേണ്ടത്. ഇപ്പോൾ ഈ ഇടത് ഭരണസമിതിയുടെ കാലത്തെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി എന്നേ ഉള്ളൂ. നിങ്ങളുടെ സമയത്തും ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നതാണ്. ആ സാഹചര്യത്തിൽ ഒരു ഒത്തുകളിയുടെ ഭാഗമായി പ്രതിഭാഗം അഭിഭാഷകനെ കൊണ്ടുവരാനുള്ളൊരു നീക്കമൊക്കെ കോൺഗ്രസ് നടത്തിയില്ലേ? നോക്കൂ നീലിമ, ഈ പ്രതിഭാവ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാർ അഭിഭാഷകനായി ബന്ധപ്പെട്ട് വെച്ച ആളിനെ പറ്റി പറയണമെങ്കിൽ അദ്ദേഹത്തിന് മെറിറ്റുള്ള ആളാണ്. പക്ഷേ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ താല്പര്യം എന്നുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ വക്കീലിനെ, ഈ പറയുന്ന അഡ്വക്കേറ്റിനെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മെറിറ്റുകൾ നോക്കിയപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷന്റെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ, ഭക്തജനങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ, വിശ്വാസികൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടിവരയിട്ട് പറഞ്ഞല്ലോ, ഭക്തജനങ്ങളുടെയും വിശ്വാസികളുടെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ സമയത്ത് തന്നെ, ആ നിമിഷത്തിൽ തന്നെ ആ പേര് നീക്കം ചെയ്ത ഗവൺമെന്റ് ആണ് കേരളത്തിന്റെ മാതൃകയായിട്ട് നിൽക്കുന്നത്.